ചെറുതാണ്. ഈ ഉദ്യമം പകുതി വഴിയിൽ ഉപേക്ഷിച്ച് അത് ആയിരക്കണക്കിന് കേസുകളുണ്ട്. കാരണം ഇപ്പം നമുക്കിപ്പോൾ ഈ മതിലൊക്കെ ആകുമ്പോൾ മറ്റൊരാളുടെ മതിലായിരിക്കും പൊളിച്ചു കഴിഞ്ഞാൽ. ഇത് അളിയൻസ് ലൊക്കേഷൻ 1500 എപ്പിസോഡാകാൻ പോകുന്നു. ഷൂട്ടിംഗ് തകൃതിയ നടക്കുകയാണ്. തങ്കവും റൊണാൾഡും മൊത്തമായിട്ടുള്ളൊരു സീനാണ് നടക്കുന്നത്. പെട്ടെന്നാണ് ഒരു വിളി കേൾക്കുന്നത്. നിലവിളി കേട്ട ഭാഗത്തേക്ക് ആളുകൾ ഓടിക്കൂടാൻ തുടങ്ങി. പാമ്പെന്ന് കേൾക്കുമ്പോൾ രക്ഷകനായി ഓടിയെത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സ്നേക്ക് മാസ്റ്റർ തന്നെയാണ്. സ്നേക്ക് മാസ്റ്റർ വേഗത്തിലെത്തി. അദ്ദേഹം അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഷൂട്ട് നിർത്തിവെച്ച് ഡയറക്ടർ ഉൾപ്പെടെ മുഴുവൻ പേരും കളത്തിലേക്ക് ഇറങ്ങി കാണികളായിട്ട്. വിഷപ്പാമ്പുകളെ ഉൾപ്പെടെ ആയിരക്കണക്കിന് പാമ്പുകളെ സുരക്ഷിതമായി പിടിച്ചു മാറ്റിയിട്ടുള്ള സ്നേക്ക് മാസ്റ്റർ മനുഷ്യരും പാമ്പുകളും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാൻ ജീവിതം മുഴുവൻ മാറ്റിവെച്ച വ്യക്തിത്വം. ഉഗ്രവിഷപ്പാമ്പുകളെപ്പോലും ഭയക്കാതെ സുരക്ഷിതമായ ഇടങ്ങളിൽ കൊണ്ടെത്തിക്കുന്ന, ജീവൻ പണയം വെച്ച് ആയിരക്കണക്കിന് രക്ഷാപ്രവർത്തനം നടത്തിയ, അനവധി മനുഷ്യജീവിതങ്ങളും ഒപ്പം പാമ്പുകളുടെ ജീവനും രക്ഷിച്ച ബാബ സുരേഷ്. കാണികളായ ഞങ്ങൾ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. പാമ്പ് മതിലിനകത്ത് കയറി എന്ന് അദ്ദേഹം മനസ്സിലാക്കി. മതിലിടിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ കല്ലിളക്കി. ഏറെ നേരത്തെ ശ്രമത്തിന്റെ ഫലമായി ബാബു സുരേഷ് മനസ്സിലാക്കി പാമ്പ് ഉള്ളിലേക്ക് പോയെന്ന്. ശ്രമം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. നമുക്ക് ആ മതിലിങ്ങനെ പൊളിക്കണം. അതിനകത്ത് നല്ല സൗകര്യമില്ല. അത് പൊളിച്ചാൽ ആ ഷെഡെല്ലാം ഉണഞ്ഞു പോയില്ല. രണ്ടും അതിർത്തിയല്ലേ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും? ഞാൻ വിടുക എന്നുള്ള എൻ്റെ ഫ്രീ ആവുന്ന സമയത്ത് ഇറങ്ങിപ്പോവും. അത് ചെയ്യാൻ പറ്റില്ല. പേടിച്ചിട്ടുണ്ടാവോ? അല്ല, അപ്പോൾ പേടിച്ചത് നമ്മൾ പൊളിക്കുന്നതല്ലേ. പൊളിക്കുന്നത് മാത്രമല്ല, പൊളിക്കുമ്പോൾ ഒന്നാണെന്നെങ്കിൽ ചിലപ്പോൾ അതിൽ കൊടുക്കും. 2 ടൈപ്പ് മെയിലിൻ്റെ ഫീമെയിലിൻ്റെ ചട്ടയോടെ കിടക്കുകയല്ലേ. 2 ചട്ടയോടെ കിടക്കുകയല്ലേ. ഈ സാധാരണ ഇങ്ങനെ പോയാലേ ഈ ഉദ്യമം പകുതി വഴിയിൽ ഉപേക്ഷിച്ച് അത് ആയിരക്കണക്കിന് കേസുകളുണ്ട്. കാരണം ഇപ്പം നമുക്കിപ്പോൾ ഈ മതിലൊക്കെ ആകുമ്പോൾ മറ്റൊരാളുടെ മതിലായിരിക്കും പൊളിച്ചു കഴിഞ്ഞാൽ പൊളിക്കാൻ സമ്മതിക്കത്തില്ല. ചില ആൾക്കാർ വിളിച്ച് വരുമ്പോൾ അവരെ മതിലായിരിക്കത്തില്ല. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ അവർ രണ്ടും തമ്മിൽ ക്ലാഷ് ആവും. അപ്പോൾ നമ്മളതൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ തിരിച്ചു പോകും. ഇതിപ്പോൾ നമ്മൾ പൊളിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു വലിയ നഷ്ടം വരും. വലിയ നഷ്ടം വെച്ചാൽ വലിയൊരു നഷ്ടം വരും. ആ വീട് ഇടിഞ്ഞു വീഴാൻ സാധ്യത. പിന്നെ അത് ആ ഷെഡിങ് താഴോട്ട് പോരും. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഉപദ്രവകാരി അല്ല. ഇവിടെ ഇത്രയും പറമ്പുള്ളതുകൊണ്ട് ഇവർക്ക് ഇത്രയും പറമ്പ് കിടക്കല്ലേ. അവർക്ക് എങ്ങോട്ടും ഇറങ്ങി പോകാൻ. അപ്പോൾ നമ്മൾ അളിയൻസ് കുടുംബം ഒരു പ്രശ്നം അതൊക്കെ സേഫാണ്. നിങ്ങൾക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഇത്രയും പറമ്പ് താപ്പോട്ട് കിടക്കുമ്പോൾ അങ്ങോട്ട് ചാൻസസ് അവിടെ ആൾക്കാരുള്ളത് കൊണ്ടും ഒരു പ്രശ്നം. അപ്പോൾ എപ്പോഴും നിങ്ങൾ അവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രശ്നമാണ്. ഇതിപ്പോൾ ഒഴിഞ്ഞ് കിടക്കുന്ന കണ്ടില്ല അവനത് ഷെൽട്ടറാക്കി. ഇപ്പോൾ ഒന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ നമ്മൾ 3 ചട്ടകൾ അവിടെ കണ്ടില്ലേ. 3 പാമ്പുകളുടെ. അത് 3 എന്ന് വെച്ചാൽ 3 കണ്ട ചട്ടയില്ല അവിടെ കണ്ടത്. ഒരാളിൻ്റെ അല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഫ്രഷ് ഇന്ന് പൊളിച്ചതിൻ്റെ ഇന്നലെ രാത്രി പൊളിച്ചതിൻ്റെ പടം നമ്മൾ കണ്ടു. ഇപ്പോൾ ഒരു മാസം മുന്നേ സാധാരണ 2.5 മാസത്തിലൊരിക്കൽ പാമ്പുകൾ പടം പൊഴിക്കാറുള്ളൂ. 10 ആഴ്ച മിനിമം. 2.5 മാസം 10 ആഴ്ചയിലൊരിക്കലും പടം പൊഴിക്കാറുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും 2 മാസം അത് അസുഖം ദേഹത്ത് എന്തെങ്കിലും ഇഞ്ചോട് മുറിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം പെട്ടെന്ന് 2 ആഴ്ച 3 ആഴ്ചയിലേക്ക് പടം പൊഴിക്കാം. അല്ലെങ്കിൽ 10 ആഴ്ചയിലൊരിക്കൽ പടം പൊഴിക്കാറ്. മുറിവ് കരിയുന്നതിനനുസരിച്ച് പടം പൊഴിച്ചു. പടം പൊഴിക്കുന്നതനുസരിച്ച് മുറിവ് കരിഞ്ഞുകൊണ്ടിരിക്കും. വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾക്കായി പറഞ്ഞു തന്ന് പെട്ടെന്ന് വിളിച്ച മറ്റൊരിടത്തേക്കായി ബാബു സുരേഷ് യാത്രയായി. വണ്ടിയിലേക്ക് കയറുമ്പോഴാണ് കണ്ടത് മറ്റെവിടുന്നോ പിടിച്ചു കൊണ്ടുവന്ന പാമ്പ് ആ ഓട്ടോറിക്ഷയ്ക്കകത്തുണ്ട്. പ്രതിഫലം ഇച്ഛിക്കാതെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച ബാബു സുരേഷ് മറ്റൊരിടത്തേക്ക് വേഗത്തിൽ യാത്രയായി. ഞങ്ങൾ അളിയൻസ് കുടുംബം ഇപ്പോഴും അല്പം ഭയത്തോടെ, എന്നാൽ ഒന്നും സംഭവിക്കില്ല എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ കനകനും ക്ലീറ്റോയും തങ്കവും ലില്ലിയും കുടുംബക്കാരോടൊത്ത് സന്തോഷമായി ഇവിടെ ജീവിക്കുന്നു.